അവരുടെ അമ്മയുടെ അടുത്ത് ചെയ്യാത്തത് നമ്മുടെ അമ്മയുടെ അടുത്ത് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ ബ്ലഡി ഫൂളിന് അവന്റെ അമ്മയെ പോലെ കൊണ്ടുകൂടെ. വെരി സെൻസിറ്റീവ് ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഹെയറിൽ കയറിയിരിക്കാം. പോത്തിനോട് വേദോപതിയിട്ടുണ്ട്. 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിർത്തിയാൽ തൃശ്ശൂർ റൗണ്ട് മൊത്തം നിർത്തേണ്ടി വരാൻ. അപ്പൊ എങ്ങനെ പൂരം കാണും? ഫൂളിഷ്നെസ്സാ. ഇവര് വെറുതെ ചുമ്മാ ഈ പരിപാടി അങ്ങടെ എങ്ങനെയെങ്കിലും നിർത്തിക്കുക. നിങ്ങൾ തമിഴ്നാട്ടുകാർ ജല്ലിക്കെട്ടിന് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ കേരളത്തിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യണം. പക്ഷെ മലയാളികളായാറിനെ ആനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാട്ടിൽ നിന്ന് പിടിക്കലില്ല, അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ബേസിക്കലി ഇവർ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആനയുടെ ചെവിയുടെ ബാക്കിൽ പൊട്ടിച്ചയ്ക്കുക, എന്നിട്ട് ഈ തോട്ടി കൊണ്ട് ആ ഇതിൽ ഡെഫിനറ്റ്ലി സേവ് തൃശ്ശൂർ പൂരം, അതിൽ യാതൊരു സംശയമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു 1 2 ടോക്സ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരുപാട് ട്രാവൽ ചെയ്ത് നമ്മളൊക്കെ അസൂയപ്പെടുത്തും, നമുക്കൊന്നും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, ഈ അമ്മയും മകനും. ലെറ്റ്സ് വെൽക്കം ശരത്തേട്ടൻ ആൻഡ് ഗീതാമ്മ. രണ്ടുപേർക്കും നമസ്കാരം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ട്രാവലൊക്കെ ചെയ്ത്, ഞങ്ങൾക്കൊക്കെ അമ്മമാരെ കൊണ്ട് ട്രാവൽ ചെയ്യണം എന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും സാഹചര്യങ്ങളൊന്നും ഒത്തു വരുന്നില്ല. ആ അതെല്ലേ, എങ്ങനെയുണ്ട് ഇപ്പം? ഏതാണ് ലാസ്റ്റ് പോയ ട്രിപ്പ്? ഇപ്പോ ചെറിയ ട്രിപ്പുകളൊന്നും അമ്മയ്ക്കൊരു യാത്രയായി തോന്നുന്നില്ല. ഇപ്പൊ ഈ ഊട്ടി, മൂന്നാർ എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് എവിടേക്കോ നിയർ ബൈ നെയ്ബറിംഗ് ഹുഡിൽ പോയി വന്ന പോലെ. അമ്മയ്ക്കൊരു നോർത്ത് അല്ലെങ്കിൽ ഒരു ഐസ്, ഹിമാലയം അതൊക്കെ പോയാലേ യാത്രയാക്കി കണക്കാക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ദോഷം. അതെന്താ വെച്ചാൽ ഒരു കാര്യം നമ്മൾ കുറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലൊരു അഡിക്റ്റഡ് ആവും. നമ്മളതില് ആൽക്കഹോളിക് എന്നൊക്കെ പറഞ്ഞ പോലെ ഡ്രഗ് ഹോളിക് എന്നൊക്കെ പറയില്ല, അതുപോലെ ട്രാവൽ ഹോളിക്കായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് കാരണം ചെറിയ യാത്രകളൊന്നും കൂട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. പക്ഷെ അമ്മ എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു ഫീലില്ല എപ്പോഴും ഇരിക്കുന്നത്. ഞാനൊരു 10 ദിവസം, ഒരു 7 ദിവസം അല്ലേ, ഒരു 7 ദിവസം ദുബായിക്ക് പോയിരുന്നു. അതിന് മുമ്പ് 54 ദിവസം പോയപ്പോ 7 ദിവസം പോയത് ഇതാ പ്രശ്നം. ഇപ്പൊ യാത്ര ചെയ്ത് മെന്റലായി എന്ന് പറയില്ല, അങ്ങനെ. അമ്മ എങ്ങനെയുണ്ട് ഇപ്പം? ഈ പറഞ്ഞ പോലെ ഇതാണോ ഇപ്പം താല്പര്യം, അല്ലെങ്കിൽ എപ്പോഴും ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ്? ഇപ്പൊ തുടങ്ങിയ താല്പര്യമില്ല. എനിക്ക് ചെറുപ്പം തൊട്ട് യാത്രയോട് ഭയങ്കര പ്രേമം. എന്റെ വീട് ഒരു പാടത്തിന്റെ സൈഡിലാണ്. ഞാൻ ആ സൂര്യനോട് എന്നും തല്ലൂടി വളർന്ന്. നമ്മളെ എത്ര സ്ഥലത്താ പോണപ്പോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റണില്ലല്ലോ എന്നായിരുന്നു. എനിക്കറിയില്ല. എനിക്കിപ്പോ 65 വയസ്സിൽ നിൽക്കണം ഞാൻ. അന്ധകാലം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് തൃശ്ശൂർ പൂര പറമ്പാണെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷം. ഒരു 5-6 വയസ്സ് തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ യാത്രകളെ കുറിച്ച്. പിന്നെ കോയമ്പത്തൂര് ബോർഡർ, അങ്ങനെ കോയമ്പത്തൂര്, മദ്രാസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞൊരു മഹാസാഗരായ ദുബായ് കണ്ടു. അന്ന് ഞാൻ ഞെട്ടിയ ഒരു സ്ഥലമാണ്. പുതിയ തരം കാറുകള്. 77 ദുബായ് കാണുമെന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അത്രയും ഒരു 77 അമ്മ ആദ്യം പോയത് അല്ലേ? അതൊരു ഭയങ്കര യാത്രയും ഭയങ്കര സംഭവങ്ങളായിരുന്നു. ഓഗസ്റ്റ് 10, 77 ഓഗസ്റ്റ് 10 ഞാൻ ദുബായ് രാജ്യങ്ങൾ. ഫ്ലൈറ്റിലൊന്നും അതുവരെ കയറിയിട്ടില്ല. അതൊക്കെ ഭയങ്കര ഒരു, അവിടെ നിന്ന് എനിക്കിങ്ങനെ ഭാഗ്യങ്ങള് കയറി വന്നു. അന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭാവിയിൽ മകൻ എന്നെ ഇങ്ങനെ ഒരുപാട് ട്രാവലിന് കൊണ്ടുപോകും? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവൻ യാത്ര പോകുമ്പോഴും ഞാനിങ്ങനെ ഉള്ളിലൊക്കെ എന്ത് സുഖം, ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എത്ര സ്ഥലത്ത് പോവായിരുന്നു എന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നു. നിങ്ങൾക്കൊക്കെ പറ്റും. അന്ന് എൻ്റെ കാലത്തൊന്നും അങ്ങനെ എൻ്റെ യാത്രകൾ മുഴുവൻ TV-യിലൂടെ ആയിരുന്നു. ഞാൻ എന്നും കുളങ്ങര സാറിൻ്റെ, ഒരു രവീന്ദ്ര സാറിൻ്റെ ആയിരുന്നു ഏഷ്യാനെറ്റിൽ എൻ്റെ കേരളം എന്ന് പറഞ്ഞാൽ, അതിലൂടെയും നാഷണൽ ജോഗ്രഫി വെച്ച് എനിക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും ഞാൻ അതിരുന്ന് കാണും. ഇവരൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഇതൊക്കെ കാണുക. പിന്നെ ഒരു ഇന്ത്യ പ്രോഗ്രാം ഹിന്ദിയിലുണ്ട്, അത് കാണും. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ യാത്രകൾ. ചേട്ടന് എങ്ങനെയാണ് ആക്ച്വലി ഇത് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഇങ്ങനത്തെ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അമ്മേനെ ആ ഒരു ആദ്യത്തെ ട്രാവലിന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റ് ഏതായിരുന്നു? അങ്ങനെ ഒരുപാട് തവണ ട്രൈ ചെയ്താ. പക്ഷെ എവരി ടിപ്പിക്കൽ മദേഴ്സിനൊരു കേജ് ആണല്ലോ വീട് എന്ന് പറയുന്നത്, ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ. പിന്നെ കോഴി, പട്ടി, പൂച്ച, ആട്, താറാവ് എന്നൊക്കെ പറഞ്ഞ് ഇവര് എക്സ്ക്യൂസസിന്റെ ഒരു കൂമ്പാര. ശരിക്കും എക്സ്ക്യൂസസ് കണ്ടുപിടിക്കേണ്ടത് അമ്മമാരുടെ വീട്ടിലൊന്നുമില്ല, പട്ടിയില്ല, പൂച്ചയില്ല, എല്ലാവരും പോയി. അന്ന് നമ്മള് ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഏജ് കാറ്റഗറിയിലുള്ള അമ്മമാർക്കൊക്കെ അങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ ഒരു
എന്താ പറയുക, ഒരു കേജ് പൊട്ടിച്ച് പോവുക. അത് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, റിലേറ്റീവ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ആനിമൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും അവരെന്ത് ചെയ്യും, അവരെ ആര് നോക്കും, ഇവരില്ലെങ്കിൽ അവരൊക്കെ മരിച്ചു പോകും എന്നുള്ളൊരു തോട്ടാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. കാരണം അതിനെ വേറെ ആൾക്കാരെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ബോർഡിങ് ഡോഗ്സ് ഹോസ്റ്റലുണ്ട്, എനിക്ക് 3-4 പൂച്ചയുണ്ട്, ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നൊക്കെയാണ് ഈ പോകാൻ പറ്റാത്ത ഇഷ്യൂസ് കാരണം. അപ്പം പണ്ടൊക്കെ മേ ബി ഒരു 10-12 ഇയേഴ്സ് ബിഫോർ വിളിക്കുമ്പോൾ വരില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഫ്രണ്ട്സായി അടിച്ചു പൊളിക്കുക, ഞാൻ ഇല്ല. അത് കഴിഞ്ഞ് നമ്മളാ പോയി വന്ന കഥ പറയുമ്പോൾ അത് വിശ്വസിക്കൂല. കാരണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെയല്ല, ഇവര് കൈലാസ് ടെമ്പിൾ ഇങ്ങനെ കൊത്തി കേസില് കൈലാസ് ടെമ്പിൾ മോളിൽ നിന്ന് കൊത്തിണ്ടാകും, ആരും വിശ്വസിക്കും? അമ്മ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആർക്കിടെക്ചർ തെക്കേ ഗോപുരനട വടക്കുന്നാഥന്റെ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആർക്കിടെക്ചർ കണ്ടിട്ടില്ല. കാണാത്തതിനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ദുബായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ കൈലാസ്നാഥ ടെമ്പിൾ ഇങ്ങനെ മോളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ ഇപ്പോഴും ഒരു പിക്ചർ ഉണ്ട്, അമ്മ ഇങ്ങനെ ആ കൈലാസ്നാഥ ടെമ്പിൾ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. കാരണം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ ഒരുപാട് പാടാ. പക്ഷെ വൺസ് ആ കേജ് ബ്രേക്ക് ചെയ്താ പിന്നെ ഇതേപോലെ കീപ്പ് ഓൺ ഗോയിങ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ എങ്ങനെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴേക്കും അമ്മ റെഡി ആയിരിക്കും. ഞാൻ എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് പോയി എന്ന് വെക്കുക, 3 ചെക്ക് പോസ്റ്റിലെ പോലീസ് സാറുമാര് ചോദിക്കും, അമ്മയില്ലാണ്ട് എന്നോട് ആരാ വരാൻ പറഞ്ഞത്. സോ ദ ഇമ്പോർട്ടൻസ് ഇസ് ആക്ച്വലി അമ്മാസ്, അല്ലാണ്ട് എന്റെ അല്ല, എല്ലാവരുടെയാണ്. ഇപ്പൊ എന്റെയും കൂടി അല്ലാണ്ട് ആയി തുടങ്ങി, അത്ര അധികമായി. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ഇടും, ട്രാവലിംഗ് വിത്ത് അമ്മ, ഇൻസ്പയർഡ് ബൈ ശരത് കൃഷ്ണൻ അമ്മ. ഞാൻ മറ്റേ കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നും ആവശ്യമില്ല, ഐ എം ഡൺ. പിന്നെ അതൊരു ഭയങ്കര ഒരു നമുക്ക് എന്താ പറയാ, കാശ് കൊടുത്താൽ കിട്ടാത്തൊരു അപ്രീസിയേഷനും ഒരു മെന്റൽ ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടായില്ല. കുറച്ച് പൊസസീവ്നെസ് ഉണ്ടോ എല്ലാരും അമ്മയടുത്ത്? ഓവർ അമ്മ ചിലവര് കയറി ഓവറാക്കും, അപ്പൊ വരും എനിക്ക്. ചിലവര് അവരുടെ അമ്മയെ മറന്ന് അവരുടെ അമ്മയുടെ അടുത്ത് ചെയ്യാത്തത് നമ്മുടെ അമ്മയുടെ അടുത്ത് ചെയ്യുമ്പോ ഞാൻ ആലോചിക്കും, ഈ ബ്ലഡി ഫൂളിന് അവന്റെ അമ്മയെ പോലെ കൊണ്ടുകൂടെ അവന്റെ അമ്മ. അപ്പൊ മേ ബി അവർക്ക് ചിലപ്പോ ആ ഒരു കണക്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്ക് ചിലപ്പോ ആ ഒരു താല്പര്യം യാത്രയോട് ഉണ്ടാവില്ല. എല്ലാ അമ്മമാരും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും എന്നില്ല, എല്ലാ അമ്മമാരും ഡിഫറെന്റ് ആയിരിക്കും. ചിലവർക്ക് കുക്കിംഗ് ആയിരിക്കും, ചിലവർക്ക് ട്രാവലിംഗ് ആയിരിക്കും, സ്റ്റിച്ചിങ് എംബ്രോയിഡറി ഇഷ്ടമുള്ള അമ്മമാരുണ്ട്, ഗാർഡനിങ് ഇഷ്ടമുള്ള അമ്മ. അപ്പൊ അവർക്ക് ഏതാണ് ടേസ്റ്റ് എന്നുള്ളതനുസരിച്ച് ചെയ്തു കൊടുക്കണം. അല്ലാതെ ഇപ്പൊ എല്ലാവരെയും കൊണ്ട് യാത്ര പോകാൻ നോക്കിയാൽ നടക്കുമോ? നടക്കില്ല. എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയുണ്ട്, ഞങ്ങൾ പോണ കണ്ടിട്ട് എന്നും അവൻ അമ്മയെ വിളിക്കും, അമ്മ മുട്ടുവേദനയാണ്, കാലുവേദന, പുറത്തിറങ്ങില്ല. എനിക്ക് ഈ വക എല്ലാ രോഗമുണ്ട്, എനിക്ക് എല്ലാം മാറി. എന്നാലും പോയി ഒരു യാത്ര പോയി കഴിഞ്ഞാൽ വേദനയൊക്കെ പോയി, തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞാ അയ്യോ ആ സമയത്ത് എനർജി ഉണ്ടല്ലേ, അതെവിടെന്നാ കിട്ടുന്നേ? എനിക്കുള്ളതാ. എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ അത്രയേറെ ഇഷ്ടമുള്ള, പോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. ഞാനിങ്ങനെ ഇമാജിനിൽ ഇവരുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ യാത്ര പോകുന്നുണ്ട്. അമ്മയ്ക്ക് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഫാമിലി ആയിരുന്നു തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലെയും പെൺകുട്ടികളെ കേട്ടിട്ടുണ്ടാവുക, കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോകും എന്ന്. അങ്ങനത്തെ ഇത് അതൊക്കെ എന്റെ 17 വയസ്സിൽ കല്യാണം, അങ്ങനെയൊന്നും ആലോചിക്കാനുള്ള സമയം ഉണ്ടായില്ല. എനിക്ക് എന്റെ അച്ഛൻ, എനിക്ക് അന്ന് കാലത്ത് കോഴിക്കോട്, ബാംഗ്ലൂർ, ഇങ്ങനെയുള്ള കൊച്ചിയൊക്കെ ചെറിയ സ്ഥലമാണ്, അതൊക്കെ കാണാന്നുള്ള എന്റെ ഭാഗ്യം. 60s 70s കൊച്ചി എന്ന് പറഞ്ഞാൽ ദുബായ് പോലെ അല്ലേ, വലിയ സിറ്റി അല്ലേ. നമ്മൾ ഇവിടുന്ന് ഇന്നിപ്പോ തൃശ്ശൂർ അതിനും വലിയ സിറ്റി, വേറെ കാര്യം. ഹിമാലയത്തിലല്ലേ പോയിട്ട് കൊടി വെച്ചത്? ആ, തൃശ്ശൂരിന്റെ ഒരു ഇത് ഉള്ളിൽ എപ്പോഴും ഉണ്ടല്ലേ. അതിൽ ആരോ ഒരിക്കലും ഇങ്ങനെ ആ ഒരു പോസ്റ്റില് ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടിരുന്നു, ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കൊടി നാട്ടുന്നു, പക്ഷെ ആ കൊടി കണ്ടില്ല. ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ തൃശ്ശൂര് തന്നെ പോയിട്ട് അതെന്തായിരുന്നു? ബേസിക്കലി നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, അപ്പൊ പിന്നെ വേറെ ഇന്ത്യ വേണ്ട. നമ്മുടെ സിറ്റി, എനിക്ക് തൃശ്ശൂർ ഒരു വീക്ക്നെസ് കൂടുതലാ. എന്താന്നറിയില്ല, അതങ്ങനെ അറിയാതെ അലിഞ്ചി ചേർന്നതാ. എവിടെ പോയാലും കുറച്ച് പേര് ഇഷ്ടമുള്ളതുണ്ട്, കുറച്ച് അധികം പേര് ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. കാരണം എന്ത് പറഞ്ഞാലും എന്തിനും ഏതിനും തൃശ്ശൂർ എന്ന് എടുത്തു പറയുമ്പോഴേ
ചിലപ്പോ ഒരു ദുബായിൽ ചെന്നിട്ടും തൃശ്ശൂർ കമ്പാരിസൺ. അതെന്താ, ഷെയ്ഖ് റാഷിദ് റോഡും പാലസ് റോഡും ഒരുപോലെയാണ് കമ്പാരിസൺ. നമ്മുടെ തൃശ്ശൂർ റൗണ്ടും പാലസ് റോഡൊക്കെ ഷെയ്ഖ് സായിദ് റോഡ് പോലെയാ. പിന്നെ ഞാൻ ബുർജിൽ ഇങ്ങനെ ടോപ്പിലിരുന്നിട്ട് ഞാൻ അന്നൊരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്ന വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിലിരുന്ന് കാണുന്ന ആ ഭംഗി ഇവിടെ ഇല്ലാന്ന്. എന്റെ കണ്ണിന് ആ ഭംഗിയില്ല. പക്ഷെ അതില് കുറച്ച് പേരിട്ടു അറബി കേക്കണ്ട, വെടിവെച്ച് കൊല്ലും. അത് പക്ഷെ നമ്മുടെ ഒരു നമ്മളാ തെക്കേ ഗോപുരത്തിലിരുന്ന തൃശ്ശൂർ റൗണ്ടിലേക്ക് നോക്കുമ്പോ കിട്ടുന്ന ഒരു കാംനെസ്, ഒരു പീസ്. നമുക്ക് ജീവിതത്തിൽ എന്ത് സന്തോഷവും എന്ത് സങ്കടവും ഉണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു സെന്റർ ഓഫ് സ്റ്റേറ്റിൽ വരും, ഒരു ബ്ലിസ് മൊമെന്റിൽ വരും. നമ്മൾ ഹാപ്പിനെസ് ആണെങ്കിൽ ആ ഹാപ്പിനെസ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. നമ്മളൊരു സാഡ് മൊമെന്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മുഖങ്ങളെ ആ ഒരു ഇറക്കത്തിൽ, ആ തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞാൽ തെക്കേ ഗോപുരത്തിന്റെ ആ ഒരു ഇറക്കം ഉണ്ടല്ലോ, അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫേസുകളെ കാണും. ഞാനൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ്. ഒരു 7 അപ്പൂപ്പന്മാരുണ്ട്, എവ്രി ഡേ വരും, എവ്രി ഡേ. അത് ചായക്കാര് പിന്നെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാന്നിരിക്കും. ഈ അപ്പൂപ്പന്മാരെ അവർ 7 പേര് ഒരു ഷാർപ്പ് ടൈമിങ്ങിൽ, നിങ്ങൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോയി നോക്കാം, എൻ്റെ കുറച്ച് പിക്ചേഴ്സും വീഡിയോസൊക്കെ ഉണ്ട്, ഞാനത് തരാം. അവർ വരും, കുറച്ച് നേരം ഇരിക്കും, വർത്താനം പറയും, തിരിച്ചു പോകും. അത് അവരൊരു ഡെയിലി തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനൊക്കെ സ്ഥിരം 3 മണി ഉണ്ടെങ്കിൽ അവരന്ന് നടന്നു വരും. ഇപ്പോഴും അവര് വളരെ നീറ്റായിട്ട് പോക്കറ്റിൽ ഒരു പേപ്പറൊക്കെ വെച്ച് അത് തുറന്ന് താഴെ വിരിച്ച് അത് മിരുന്ന്. അപ്പൊ ആ ഒരു സ്പേസിന്റെ പോസിറ്റിവിറ്റി, അത് ആ ഒരു വടക്കുന്നാഥന്റെ ആ ഒരു ചുറ്റുവട്ടത്തിൽ അതിൽ ജാതി മതം ഒന്നുമില്ല. അതിലൊരാളുടെ പേര് പോൾ എന്നാണ്. അപ്പോ അതിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലീജിയൻ. അതാ മനുഷ്യന്മാര്. എവിടെ ഇത്ര നല്ല സ്ഥലമില്ല. തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടു മതിയാകാത്തൊരു സ്ഥലം. ഇപ്പം ചേട്ടൻ കുറച്ച് റിലീജിയസ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിളിച്ചപ്പോഴത്തേക്കാണെങ്കിൽ ഈവനിങ് കുറച്ച് റിലീജിയൻ പരിപാടികളൊക്കെ റിലീജിയൻ അല്ല, അമ്പലത്തിൽ പോകേണ്ട എനിക്ക് എന്താ ടൈമിങ് തെറ്റിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള ഞാൻ ചോദിച്ചതാ. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, രാവിലെ ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം റിലീജിയസ് ആണ് എന്ന് പറയുന്നത് എന്തോ ക്രൈം ആണെന്ന് പറയുന്ന പോലെയാണ് പുറമെ ആളുകളുടെ ഇടയിലുള്ള ഒരു സാധനം. ഞാൻ കുറച്ച് റിലീജിയസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തീവ്രവാദിയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ അങ്ങനെ കാണുന്ന കുറച്ച് ക്ഷുദ്രജീവികളുണ്ട്, അവർക്കേ ഉള്ളൂ. നമുക്കൊന്നും അങ്ങനെ. ഞങ്ങളുടെ അമ്പലത്തിൽ ആനയോട്ടിന് ആനയ്ക്ക് ഫ്രൂട്ട്സ് തരുന്ന ഇക്കന്മാരാ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അവരിന്ന് മേടിക്കൂ? മേടിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ സിറ്റിക്കകത്ത് ഇപ്പൊ നമ്മള് തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പില് പുത്തമ്പള്ളിയുടെ മുമ്പിൽ ആന ഒന്ന് നിന്ന് അവിടെ ഉള്ള അച്ഛനൊരു ആചാരം ഒരു ഇത് വെച്ചിട്ടാ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പുത്തമ്പള്ളിയിൽ അച്ഛൻ അവിടെ നമ്മൾ വെക്കാൻ സമ്മതിക്കൂ? അമ്പലത്തിലും പള്ളിയിലും എല്ലായിടത്തും പോണവരാ. പിന്നെ അങ്ങനെ നമ്മള് പോയിന്ന് കാണപ്പോ ശരിയാ പറഞ്ഞപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിച്ചു, ടെമ്പിൾ സ്റ്റോറീസ് ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സ്റ്റോറീസ് കാണാനുള്ള 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് ഹാപ്പിയാണോ? അവര് കാണട്ടെ, അല്ലാത്തൊരു സ്കിപ്പ് അടിച്ച് പോട്ടെ. നിർബന്ധമൊന്നുമില്ലോ ഇത് കാണണമെന്ന്. എത്രയോ വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരാളങ്ങനെ എന്താ പറയാ തീവ്രവാദിയാന്ന് പറയണെങ്കിൽ അത് അവരുടെ അവര് പറയുമ്പോ അത് അവരുടെ മൈൻഡ് സെറ്റാ. അതിനെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അവരങ്ങനെ ആലോചിച്ചോട്ടെ, ഞാൻ എന്റെ വഴിക്ക് തന്നെ പോകുള്ളൂ. ശരിക്കും റിലീജിയസ് ആവുന്നത് ഒരു പ്രശ്നമാണോ? ഇറ്റ്സ് അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ അല്ലേ? ഞാൻ ഇങ്ങനെയാണ്, അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഞാൻ എങ്ങനെ പോകുന്നു, ദാറ്റ് ഇസ് ഫൈൻ. ഞാൻ അവരെ ഹേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ റിലീജിയനെ ഞാൻ മോശമാക്കി പറയുന്നു, ദാറ്റ്സ് നോട്ട് ഫൈൻ. എൻ്റെ ഒരു പെർസെപ്ഷൻ അങ്ങനെയാ. അത് പലരും പല രീതിയിലാണ് ചിന്തിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അതിൽ ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. ഞാൻ എൻ്റെ വഴിയിൽ ആരെയും ശല്യം ചെയ്യാതെ ഞാനൊരു അമ്പലത്തിനെയോ ഒരു പള്ളിയോ ഒരു ചർച്ചിനെയോ ഒന്നിനെയും ഞാൻ മോശമാക്കിയോ അല്ലെങ്കിൽ ഇതാക്കിയോ ഒന്നും പറയാറില്ല. അവരുടെ ആ രീതി ശരിയല്ല. ഈവൻ നമ്മുടെ ഹിന്ദുയിസത്തിൽ തന്നെ ഒരുപാട് രീതികൾ തെറ്റുള്ളതുണ്ട്. നമ്മളത് പൊക്കി കാണിക്കുന്നില്ല എവിടെയും, അല്ലേ? മേ ബി നമ്മുടെയിലൊക്കെ ഒരുപാട് പഴയ രീതികളുള്ള വ്യത്യാസം വരുത്തേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ കാലാനുസൃതമായി മാറി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ സം തിങ്സ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. അതൊന്നും മാറുന്നില്ല. അതിഞ്ചിട്ട് നമ്മളതിനെ പറയണ്ട. അത് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരെന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സ്വന്തം മതം ബാക്കിയുള്ളതെല്ലാം മോശം എന്ന് പറയുന്നവർ ഒരിക്കലും ഒരു വിശ്വാസിയാണെന്ന് എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. ശരിക്കും വിശ്വാസമുള്ളവർ ഒരിക്കലും അങ്ങനെ പറയില്ല. ചേട്ടൻ സംസാരിച്ച മാതിരി
എല്ലാ ടെക്സ്റ്റും സെയിമാ, 3 ബുക്കിലും പറയണ ബേസ് ലൈൻ ഒന്നാ, അതിലെ കാര്യങ്ങളിലെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷെ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സും ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ എൻ്റെ അറിയുന്ന നല്ല വിശ്വാസമുള്ള കുറച്ച് മുസ്ലിം ഫ്രണ്ട്സിനെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവർ വിശ്വാസത്തോടെ കയറുന്ന, ദൈവത്തിന് അതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആ സോ കോൾഡ് ആൾക്കാരുണ്ടാക്കിയ വ്യത്യാസങ്ങളത് വെരി സെൻസിറ്റീവ് ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഹെയറിൽ കയറിയിരിക്കാം. അങ്ങനെയല്ല, വിശ്വാസമുള്ളവരൊക്കെ കയറണം. ഇത് എന്തിനാ ഈ പൂട്ടിക്കെട്ടി വെക്കണേ അല്ലേ? പറ്റില്ല, അതല്ല, അത് പറയാൻ പാടില്ല, നമ്മളത് ചർച്ച ചെയ്യാറായിട്ടില്ല. അതിന് അത് ശരിയാ. പക്ഷെ വിശ്വാസത്തോടെ കയറുന്ന നമ്മളുടെ ആഗ്രഹങ്ങളാണ് എല്ലാവരും. കാരണം നമുക്ക് ശബരിമലയിൽ എല്ലാവരും കയറുന്നില്ലേ? മൂകാംബിക എല്ലാവരും പോകണം. മൂകാംബിക എല്ലാവരും കയറുന്നില്ലേ? ആണ്. ഹിന്ദു കയറുന്നു, മുസ്ലിം കയറുന്നു, സായിപ്പ് കയറുന്നു. എല്ലാവരും കയറട്ടെ, എല്ലാവരും കയറി കാണട്ടെ. ഞാനൊരു ഫിനിഷ് ചെയ്തിട്ടില്ല, ഞാനൊരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു വൺ ഓഫ് ദ സബ്ജക്റ്റസ് പത്മനാഭസ്വാമി ക്ഷേത്രം വേൾഡ് റെക്കോർഡ്സിൽ ഇതിൽ പെടേണ്ടതാ, 7 വണ്ടേഴ്സിൽ. അത് പെടാഞ്ഞത് സായിപ്പിന് ഉള്ളിൽ കയറാൻ പറ്റാത്ത കാരണ അല്ലേ? ആലോചിച്ച് നോക്കുക, ആ 7 വണ്ടേഴ്സിനേക്കാൾ വലിയ വണ്ടറാണ് നമ്മുടെ കേരളത്തിലിരിക്കുന്നത്. അത് പെടാഞ്ഞത് സായിപ്പ് ഉള്ളിൽ കയറി, അയാൾക്ക് നോക്കണ്ടേ? അതായത് ഏറ്റവും വലിയ, ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഏറ്റവും വലിയ ട്രഷർ ഉള്ളത് 19,000 ലക്ഷം കോടിയാണ്. ഏറ്റവും വലിയ ട്രഷർ ഉള്ളത്, അത് സ്ഥലം മറന്നുപോയി, പുറത്തെവിടെയാണ്. പക്ഷെ നമ്മുടെ 90,000 ലക്ഷം കോടിയാണ് നമ്മുടെ ഉള്ളിലെ ട്രഷർ, ഗോൾഡ്, ഡയമണ്ട്സ് എല്ലാം കൂടി. അതും ഇനിയും 2 തുറന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ അന്ന് കയറി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഒഴിവാക്കിയെന്നെ, ഇതിന് മാത്രം ഫസ്റ്റ് പ്ലേസ് ഉണ്ട്. പിന്നെ ഇപ്പം ചേട്ടൻ ഇതുവരെ കല്യാണം കഴിച്ചില്ലല്ലോ, അതിന് അമ്മ നോക്കുന്നില്ല. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു, അമ്മ ചേട്ടന് കുട്ടിയെ നോക്കി കൊടുക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ കല്യാണം എന്ന് പറയുന്നത് എന്റെ മാത്രം ഡിസ്ക്രിപ്ഷൻ, അതില് വേറെ ആർക്കും യാതൊരു റൈറ്റും ഇല്ല. എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ അമ്മാവന്മാരും ഇൻക്ലൂഡിങ് എന്റെ ചേട്ടൻ ചേച്ചിയൊക്കെ ഒരു 30, 31, 32 വരെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ അമ്മയുടെ ചേട്ടൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെ പറയും, ഡാ നോക്കണ്ടാ, അല്ലെങ്കിൽ പെടുട്ടാ, പൈസ ആവുമ്പോൾ പറ്റിക്കാവട്ടാ എന്നൊക്കെ അങ്ങനെ പറയും അവര്. പക്ഷെ അത് എൻ്റെ ഒരു സോൾ ഡിസ്ക്രിപ്ഷനാണ്. ഞാനത് നമ്മുടെ എനിക്ക് വേണം ജഗദീഷേട്ടൻ്റെ ഇന്റർവ്യൂല് മഴവിൽ മനോരമ, അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് സോൾ മൈ ഡിസ്ക്രിപ്ഷൻ. അതിൽ വേറെ ആർക്കും യാതൊരു റൈറ്റും ഇല്ല, അല്ലേ? അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ആനന്ദ് ശ്രീബാല കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, ഞാൻ പോയി കഴിഞ്ഞ ശരത്ത് ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് വർത്താനം പറയും. ആ സിനിമ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഡാർക്കൊന്നും വേണ്ട നമുക്ക്. ഞാൻ കരയും, പോകുന്ന കാര്യം ഭയങ്കര രസാ. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അന്ന് കണ്ടിറങ്ങിയപ്പോ ഒന്നും തോന്നില്ല. വൈകുന്നേരം കിടക്കുമ്പോ അങ്ങനെ ചിന്തിക്കാണ് സിനിമയെ കുറിച്ച്. അവനമ്മയില്ല, അവനമ്മ ഇങ്ങനെ ഉണ്ട്, അമ്മ സംസാരിക്കണു, അങ്ങനെ കണ്ടോണ്ടിരിക്കുക. അതുമാതിരി കുറച്ച് കഴിയുമ്പോ പറയാറുണ്ട്. അമ്മയ്ക്ക് തോന്നാൻ അമ്മ ഉപദേശിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ഉപദേശം ആരോടും ഇല്ല. അവന് ഇഷ്ടമാണ്, അവൻ നന്നായി അമ്മ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും അമ്മമാർ ഒരു ഏജ് വരെയൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേക്കും അതുവരെ എനിക്കും ആ ഒരു ഇതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്കും. പക്ഷെ ഞാൻ ലാസ്റ്റ് കിഡ് അറ്റ് ഹോം ആണ്. ഞാൻ മഹാതല്ലിപ്പുളിയാണ് ഇപ്പോഴും. ഞാൻ ഏറ്റവും മോശം സ്വഭാവമുള്ള ഒരാളാണ്. ഏറ്റവും മോശം ഞാൻ പറഞ്ഞ കള്ളുകൂടി ജ്യൂസ് കെട്ട് വലിച്ചു വഴക്കുണ്ടാക്കി അതൊന്നുമില്ല എനിക്ക്. ബട്ട് സ്റ്റിൽ എൻ്റെ അച്ഛൻ വരെ എന്നെ ചീത്ത പറയില്ല. ആ ഒരു ലാസ്റ്റ് കിഡ് ആയതിൻ്റെ ഒരു എല്ലാ ഇതുകളും ഉണ്ട്, എനിക്ക് ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പൊ ആരും എൻ്റെ അടുത്തൊരു അങ്ങനെ ഇങ്ങനെ നൗ അതില്ല. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഒരു പ്രയോറിറ്റി എനിക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ എന്നാലും ചേട്ടൻ അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഒരു പാർട്ട്ണർ അമ്മ ഉണ്ടല്ലോ അല്ലേ എല്ലാത്തിനും? അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി തോന്നും. ആൺകുട്ടികളല്ലേ, ഡെഫിനറ്റ്ലി തോന്നും. പക്ഷെ ഞാൻ അതിനൊരു ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഞാനൊരു കുറെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഒരു സ്പോയിൽഡ് ചൈൽഡാണ് ഞാൻ. അമ്മ ഞാൻ ഒക്കെ സെറ്റ് ചെയ്ത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അത് നാളെ ആ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടാ. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണേ?
അല്ലേ ശരിയല്ലേ? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അല്ല ചേട്ടന്റെ ആ ഒരു തോട്ട് നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, നമ്മളൊരാളെ ഹേർട്ട് ചെയ്യാതെ, നമ്മൾ നമ്മളുടെ വഴിയിൽ ഉള്ള രീതിയിൽ സന്തോഷമായി ജീവിച്ചു. പിന്നെ വയസ്സാം കാലത്ത് നോക്കണ കാര്യമല്ല, അപ്പൊ നോക്കാം. ഇപ്പൊ അതിനൊന്നും ഒരു ഇതില്ലെന്നല്ലേ? ഇന്നൊന്നും ഇന്നത്തെ പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ, അതില് വിരോധമൊന്നുമില്ല. ഞാൻ എഗെയിൻസ്റ്റ് ഒന്നും അല്ല. ഞാൻ അങ്ങനെ എന്താ പറയാ, ചിലവര് പറയില്ലേ ഞാൻ പെൺകുട്ടികളുടെ സ്വഭാവം കാരണം കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കണ കുറെ പേരുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നല്ല ആൾക്കാരെ പെൺകുട്ടികള്, വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാ. നമ്മളെ ആൺകുട്ടികൾ നന്നായ അവര് ഡബിൾ നന്നാവും. അങ്ങനെ പെൺകുട്ടികളെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, ആൺകുട്ടികളെ മാത്രമായിട്ട് പറയാം. രണ്ടും ഈക്വലായി നന്നായി പോയല്ലേ? എക്സാക്ട്ലി, രണ്ടും ഈക്വലായി നന്നായി പോയാ അതാണ് അതിൽ പോയിന്റ്. ഞാൻ ഈ പട്ടം പൊട്ടിയ പോലെയല്ലേ, നാളെ രാവിലെ ലേ പോണോ പോയി, അതിലാരും ചോദിക്കാനില്ല, അതിലാരും ഒന്നും പറയാനില്ല. അപ്പൊ അച്ഛൻ പോലും എന്തിനിപ്പോ ലേ പോണേന്ന് ചോദിക്കുന്നില്ല. അപ്പൊ നാളെ നമ്മളൊരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ചോദിക്കുകയാണ്, നീ കുറെ പ്രാവശ്യം പോയതല്ലേ, ഇത് എന്തിനാ വീണ്ടും പോണേ? അപ്പൊ നമ്മളായിരിക്കും, ദൈവമേ എന്നോടൊരാളങ്ങനെ പോണ്ടാന്ന് പറഞ്ഞോ? നമ്മുടെ അഭിമാനത്തിൽ ഒരാൾ കയറി ചവിട്ടല്ലേ. ചിലപ്പോ നമ്മളൊരു സ്ഥലത്ത് ഞാൻ ഒരു 5-6-7 തവണ ലേ പോയതാ, ബട്ട് സ്റ്റിൽ എനിക്കിപ്പോ വീണ്ടും പോണം. അപ്പൊ ചിലപ്പോ നമ്മളൊരു ഇമ്പോർട്ടന്റ് സ്പേസ്, ഓണത്തിന്റെ ഇടയിലല്ല നമ്മള് ചിലപ്പോ നമ്മള് ചിലപ്പോ ഭയങ്കര രസമുള്ള സ്ഥലമാണല്ലേ, ജീവിതത്തിൽ ഒരിക്കൽ കാണുന്നുള്ളത് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. നമ്മളെ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവര് 5-6 പ്രാവശ്യമൊക്കെ പോയിണ്ട്, ബൈക്കിൽ പോയിണ്ട്, കാർ എന്തപ്പതെന്ന് വിചാരിച്ചു. പോയി കണ്ടപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന നേരത്തെ ആയിരിക്കും ചിലപ്പോ എന്തെങ്കിലും ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും സോ കോൾഡ് മൈ പാർട്ട്ണർ എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും ഒരു പരിപാടിയോ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അല്ലേ, അതൊരു ബുദ്ധിമുട്ടായി നമുക്ക്. അപ്പം അങ്ങനെയൊന്നും അല്ലാത്തൊരു ആള് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചേട്ടൻ നോക്കുന്നത് വയസ്സായി ഡൈ അടിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ഡൈ അടിച്ച് നടക്കുക. അപ്പൊ ഞാൻ മാത്രം അങ്ങനെ ഡൈ അടിക്കാണ്ട് നടക്കണ അവർക്ക് ഒരു ബുദ്ധിമുട്ടിടാ, നീ ഡൈ അടിക്കില്ലെങ്കിൽ നീ എന്റെ ഒപ്പം പഠിച്ചാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഈ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഓരോ സ്ഥലമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോ മെമ്മറീസ് ഉണ്ടാവും. ചേട്ടന്റെയും അമ്മയുടെയും ഉള്ളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് 15 എപ്പിസോഡ് ചെയ്യേണ്ടിയിരുന്നു. ഞാൻ മറ്റേ സന്തോഷ് സാറിന്റെ കുളങ്ങര സാറിന്റെ ഇന്റർവ്യൂല് അന്ന് പോയപ്പോ 30 മിനിറ്റ്സിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടാ നമ്മള് അങ്ങനെ ഒരു സ്ലോട്ട് വെച്ചിട്ടാ പോയത്. അപ്പൊ സാർ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് കട്ട് ചെയ്യണ്ട, കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. 5 എപ്പിസോഡ് ചെയ്തു ഞങ്ങള്. അതായത് ഞാൻ ഒരുപാട് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് എനിക്ക് അങ്ങനെ കുറെ മെമ്മറീസ് ഉണ്ട്. അപ്പൊ അത് മുഴുവൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കില് ഇപ്പം മൃണാൽ ചേട്ടന്റെ ഇന്റർവ്യൂ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്റെ മെമ്മറീസ് എല്ലാം അസോസിയേറ്റ് ചെയ്തിരിക്കും ഓരോ സ്ഥലത്തിനും. ഫുഡ് ഇപ്പം ഡിഫറെന്റാ. എനിക്ക് ലേ പോയ ആൾക്കാരുണ്ട്, എനിക്ക് അഗസ്ത്യാർകൂടം പോയി കഴിഞ്ഞാൽ ഡോഗ്സ് ഉണ്ട്, എനിക്ക് ഹിമാലയം റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ബൈക്സ്, ഞാൻ യൂസ് ചെയ്ത ബൈക്കിന്റെ മെമ്മറീസ് ഉണ്ട്. എന്നെ സഹായിച്ച വിളിച്ച് കൊണ്ടുവന്നിട്ടാണ് എന്നെ മണാലി കൊണ്ടുപോയത്. ഞാൻ ആ സെയിം ആളെ, ഞാൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പോയ സെയിം ആളെ വിളിച്ച്. പിന്നെ ആർമി ഓഫീസർമാര് നമ്മള് ഫ്രോസ്റ്റ് ബ്രൈറ്റ് വന്ന് കൈ ഇങ്ങനെ ഇരിക്കുക, മടങ്ങുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, അയ്യോ കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാണ്ടേ. അപ്പൊ അത് നമ്മളെ അവരുടെ ആർമി ക്യാമ്പിൽ കൊണ്ടുപോയി കൈയൊക്കെ കുറച്ചു, ചൂടിന്റെ മുമ്പിൽ വെച്ചു, ബ്ലാക്ക് ടീ തന്ന്. അപ്പൊ അവരൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരൊക്കെ നമ്മുടെ ലൈഫിലെ ഏതോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സാ. അപ്പൊ എനിക്ക് ഒരുപാട് കാശിയില് പോയപ്പോ ഉണ്ടായിരുന്ന നമ്മുടെ അവിടെ എല്ലാം കൊണ്ട് കാണിച്ച് നമ്മളിവിടുന്ന് പുറപ്പെടുന്നു എങ്ങനെയാന്ന് അറിയില്ല, ആ മോൻ വന്നു. അങ്ങനെ ഈവൻ ബദ്രിനാഥില് ഒരു പയ്യൻ, ഒരു മേ ബി ഗൈഡ് ആയിരിക്കും, ഹൂഎവർ, പക്ഷെ അവൻ നമുക്ക് പകർന്നു തന്ന അവിടുത്തെ കൾച്ചറും അറിവും ഇന്നും എന്റെ ഇംപ്രിന്റഡാ. മേ ബി ഒരു 10 ജന്മം കഴിഞ്ഞാൽ അതിന്റെ ഇംപ്രിന്റ്സ് അവൻ പറഞ്ഞു തന്ന കാര്യങ്ങള്, ആ നടന്ന വഴികള്, അവിടുന്ന് സ്വർഗാരോഹണിലേക്കുള്ള വഴി, മനാ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ ഞങ്ങൾ ഇന്ത്യാസ് ലാസ്റ്റ് വില്ലേജ്, അവിടുന്ന് ചൈനയിലേക്ക് 30 കിലോമീറ്റർ ഉള്ളൂ.
മനസ്സുകാരുടെ വെള്ളം അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് മുഴുവൻ അഴിച്ചെടുക്കണമെങ്കിൽ പാടുപെടും. എന്നാൽ ഇപ്പം ഞാൻ ചോദിക്കാം, ഹിമാലയ പോയിട്ടുള്ള ബേസ് മെമ്മറി. ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ തന്നെ ഒരു 1500 സോണാ. ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ ഒരു ഉത്തരാഖണ്ഡ് മുതല് കാശ്മീർ മുതല് ശ്രീനഗർ മുതല് ലേ മുതല് എല്ലാം പെടില്ല. എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ പറയാം, ഹിമാലയത്തില് ഞാൻ ആദ്യമായിട്ട് ശരത്തിന്റെ കൂടെ ബൈക്കിൽ കയറി യാത്ര ചെയ്തു. എന്റെ ജീവിതത്തില് അമ്മ അച്ഛൻ കൊണ്ടുപോ സാരി ഇങ്ങനെ ഗാഡില്ലാതെ ചുറ്റി പിടിച്ച കാരണം ഞാൻ എല്ലാവരും ഇവരും വിളിക്കും ബൈക്ക് കയറുന്നു, ഇതുവരെ കയറിയിട്ടില്ല. അവിടെ ചെന്നിട്ട് അമ്മ പോവല്ലേ, ഇങ്ങനെ കാറിൽ പോയി ഒരു ഒന്നും കിട്ടില്ലെന്ന്. ആ യാത്രാ ജീവിതം ഭയങ്കര സങ്കടത്തോടുകൂടി ഞാൻ ചിന്തിക്കും. കുറച്ച് മുമ്പാവായിരുന്നു ഇതൊക്കെ. ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം. അതൊരു അച്ചീവ്മെന്റ്. കുറച്ചുകൂടെ മുന്നേ നമുക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങാം. അതിനൊരു 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞാ വരാൻ. അങ്ങനെയല്ല, ബൈക്കുമ്പോ കയറായിരുന്നു. അതിന് 10 years ബാക്ക് ഞാൻ വിളിച്ചതാ. അന്ന് ഞാൻ ബൈക്കിലാ പോയെ, അന്നും വിളിച്ചതാ. ഇപ്പൊ ആ ഒരു പോയിന്റിനോട് ഭയങ്കര വിഷമം, തൊഴിലും കൊടുക്കണില്ലേ ഞാൻ. അങ്ങനെ വിളിക്കണ്ടായിരുന്നു തോന്നി തുടങ്ങി. അതാണല്ലോ ചേട്ടൻ ആദ്യമേ പറഞ്ഞു കൊണ്ടുപോയതൊരു ഇതായിരുന്നു. അല്ല അമ്മയ്ക്കിപ്പം ഈ ട്രാവൽ ബൈക്കില്, എനിക്കൊക്കെ ബുള്ളറ്റിൽ കുറച്ച് ട്രാവൽ ചെയ്യുമ്പോ തന്നെ നടുവേദന. ഞാൻ ലോറിയിലായാലും തയ്യാറാണ്, എന്നെ കൊണ്ടുപോയാ മതി എവിടെ. ഈ ചോളത്തിന്റെ ഇടയിൽ കൂടെ ലോറിയില് സിനിമയിൽ കാണില്ല, അതേപോലെ പോയത്. സിനിമയില് കാണുന്ന ബ്യൂട്ടി നമുക്ക് റിയൽ. ഞാൻ അങ്ങനെ ലോറിയുടെ മുകളിൽ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ കിടന്നു പോയിട്ടുള്ളത്. നമ്മളിങ്ങനെ കുലുകി വയ്യാണ്ടേ നമുക്ക്. ഞാൻ ആക്ച്വലി അങ്ങനെ രാജസ്ഥാനിൽ പോയതാ, ലോറിയുടെ മുകളിൽ കിടന്നു. പക്ഷെ ഇത് ഭയങ്കര സസ്പെൻഷൻ ഒന്നും നമ്മള് ആലോചിക്കണ പോലെയല്ലോ. പിന്നെ ആ ഇരുമ്പുമ്പല്ലേ കിടക്കണേ, ഒരു സുഖമില്ല. അത് ഭയങ്കര പാടാ. കേറിപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ വിഷമന്ന്. ഞാൻ ഞാൻ കുറച്ചേരം ബാക്കിൽ കിടന്നിട്ട് മുമ്പിൽ കീറിയിരുന്നു. കുറച്ചേരം ബാക്കിലൊക്കെ കിടന്നു. മറ്റേ നമ്മള് ജൂഹിച്ചെന്നൊക്കെ പറഞ്ഞു പോയില്ലേ നമ്മൾ, അതുപോലെ നമ്മള് കുറച്ചേരം പോയി. കുറച്ചേരം ഫൺ കഴിഞ്ഞപ്പോ ഞാൻ മുമ്പിൽ ഡ്രൈവറുടെ ഒപ്പം കയറിയിരുന്നു. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഇനി പോവാൻ താല്പര്യമുള്ള ഒരു പ്ലേസ് ചോദിച്ചത്? എന്റെ മകള് ഫിൻലൻഡിലാണ്, ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. 11 വർഷമായി അവിടെ. ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ ചേട്ടന് താല്പര്യമില്ല. പഠിച്ചിട്ടാ വന്നപ്പോഴല്ലേ. എനിക്ക് എപ്പോഴും ഹിമാലയം ബേസിൽ പോവാൻ ഭയങ്കര സന്തോഷം. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന സ്ഥലം അവിടെയാണ്. ചിലർക്കുണ്ട് ഈ മഞ്ഞിനോടൊരു ഇത്. അങ്ങനെയാണോ അമ്മയ്ക്ക്? അങ്ങനെ വല്ലതും ഉണ്ടോ? അതായത് മഞ്ഞിനോടൊരു നമ്മള് കൂളാണ് അവിടെ ചെല്ലുമ്പോ. അവിടെ കിട്ടുന്ന ആ ഒരു ഫീല് ഭയങ്കരാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് മണാലിയിൽ പോയപ്പോ മഞ്ഞ് കണ്ടിട്ടില്ല. ഹിന്ദി സിനിമയിൽ കണ്ട മഞ്ഞുള്ളൂ. ഞാൻ കുറെ വാരിയൊക്കെ തിന്നു നോക്കി, എന്താ രസം. പിന്നെയാണ് കുറെ ദിവസം കഴിഞ്ഞപ്പോ ആലോചിച്ച് നായ മൂത്രമൊഴിച്ച മഞ്ഞാണ്. ഭയങ്കര രസമായിരുന്നു ആ യാത്ര. പോയിട്ടുണ്ടോ? മഞ്ഞ് കണ്ടില്ല, ഭയങ്കര രസമാണ്. നമ്മള് അറിയാണ്ട്, എനിക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ട്. ഞാൻ സാധാരണ മക്കളല്ലേ അമ്മമാരല്ലേ പറയാ മതി കളിച്ചത് വായോന്ന്. ഞാൻ പറയേണ്ടി ഒന്നും മതി. കാരണം അധികം നേരം നിന്നാ ഫ്രോസ്റ്റ് ബ്രൈറ്റ് വരും. അപ്പൊ കാലില് ബ്ലഡ് കട്ട പിടിക്കും. അപ്പൊ അധികം നേരം നിൽക്കാൻ പാടില്ല. പിന്നെ നമ്മൾ വേറെ ഷൂസ് ഒക്കെ ഇടണം, മറ്റേ ടാർമണി പോലത്തെ ഇവിടം വരെയുള്ള ഷൂസ്. അപ്പൊ അതൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മൾ ജസ്റ്റ് ബ്ലൈൻഡ് ആയി പോയിക്കല്ലേ. അതില് സ്നോയില് കിടക്കുന്നു, ഉരുളുന്നു, തിരിയുന്നു. അത് കഴിച്ച് എനിക്കിന്ന് കുറച്ചെടുത്ത് വാരി തിന്നുന്നു. ഞാൻ ചളിയുണ്ടല്ലോ ദൈവമേ അവിടെ. അത് ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് കാരണം. എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ്? വെള്ളം പോലെ ഞാൻ പോണട്ടോ, നല്ല രസമുള്ളതാ. പോയതൊക്കെ ചെയ്യും ഉറപ്പ്. നമുക്കത് ഫുൾ മഞ്ഞാണ്, ഒന്നും മരമൊന്നുമില്ല. കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞ എന്താ. ആ ഒരു ഫോട്ടോ ആണ് ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഐസിലിങ്ങനെ നടന്നു പോകുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അത് ഇപ്പോ എല്ലാ കാലവും മദേഴ്സ് ഡേക്ക് ആ പിക്ചർ വരും. എല്ലാ കാലവും ആ പിക്ചർ തന്നെ വരും. അത് 16-ലോ 17-ലോ പോയതാ. പക്ഷെ ഇപ്പോഴും 24-ലും ആ പിക്ചർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ കണ്ടത് ഇപ്പൊ ലാലേട്ടനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണല്ലോ നിങ്ങള്.
എന്താണ് നിങ്ങൾക്ക് ലാലേട്ടനായിട്ടുള്ള ബന്ധം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു വീക്ക്നെസ് അല്ലേ. ലാലേട്ടനായാലും മമ്മൂക്കയായാലും, ഞാൻ മമ്മൂക്ക ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മമ്മൂക്ക എന്നിട്ട് ഞങ്ങള് ഒരു സൈറ്റിൽ പോയി കണ്ടു. മമ്മൂക്കോട് ഞാൻ ചോദിച്ചു ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. ആ ഒരു നിമിഷമൊക്കെ ഇല്ലേ, നമ്മള് ഭയങ്കര ആരോധനോട് കൂടി കാണുന്ന വ്യക്തികൾ എല്ലാവരൊക്കെ. ലാലേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മള് സിനിമകളിൽ കാണുന്ന ലാലേട്ടനല്ല ശരിക്കും. വെരി ഹംബിൾ, വെരി ഡൗൺ ടു എർത്ത്. ഒരു ചില നേരത്തൊക്കെ നമ്മൾ ആലോചിക്കും ഇദ്ദേഹമാണ് ഈ 6-ാം തമ്പുരാൻ. അത്രയും ഞാന് ഈ അടുത്ത് നമ്മുടെ ഫ്രണ്ട് സമീർക്കയുടെ സലൂണിൽ വെച്ച് കണ്ടു. അപ്പം ലാലേട്ടനും അച്ഛനും മുമ്പേ പരിചയമുണ്ട്, അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ബുക്കില് വായിച്ചിട്ട് ലാലേട്ടൻ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, അവർ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അച്ഛൻ്റെ പുതിയ ബുക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ കൊണ്ടു കൊടുക്കും. അപ്പം അതേപോലെ തന്നെ കൊണ്ടു കൊടുക്കുന്നു. അപ്പം അങ്ങനെ അച്ഛൻ സുഖമായിരിക്കുന്നോ നന്നായിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ നന്നായിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ അങ്ങനെ പറയാ കാണണം അദ്ദേഹത്തെ ഒരിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലാലേട്ടാ ഇന്ന് ഞാൻ കൊണ്ടുവരാം, ആണോ വരുമോ അദ്ദേഹം? വരുമോ? ആ വരും. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി പറയുന്നത് സോ ഇന്നസെന്റ്. ആക്ച്വലി ഞാനിങ്ങനെ ആലോചിക്കുക ആ ഒരു മെമ്മറി അതൊന്നും ഷൂട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മളത് ഒരു പേഴ്സണൽ സ്പേസാ, നമ്മളത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ പുള്ളി പറയാ നാളെ വരാവോ, നാളെ ഞാൻ ഫ്രീ ആ, മറ്റന്നാ പോവും. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വീട് പറഞ്ഞു തരുന്നു. ആർക്കാ ലാലേട്ടന്റെ വീട് അറിയാത്ത? അപ്പൊ എന്തൊരു ജെനുവിനാ പുള്ളി, എന്തൊരു ഇന്നസെന്റ് ആയിട്ടാ. എന്റെ വീട് അറിയാവോ, അവിടെ അറിയോ? ലാലേട്ടന്റെ വീട് അറിയാം. സോ കൈൻഡ് ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ആനയല്ല പുള്ളി, നേരിട്ട് വെരി വെരി ഡൗൺ ആനയൊക്കെ തന്നെയാണ്. പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രൗഢിയുള്ള ഒരു മനുഷ്യനാട്ടോ. വെറുതെ അല്ല. എനിക്ക് പ്രേമം എന്നും മമ്മൂക്കോടാണ്. ഞാൻ മമ്മൂക്ക രാജസ്ഥാനിൽ പോയി ചാറ്റിംഗ് വീടൊക്കെ മേടിച്ചു വെച്ചു. കാണുന്നു വിചാരിച്ചിട്ടേ അല്ല, എനിക്ക് മമ്മൂക്ക നമ്മളൊരു കൊടുത്തു. മമ്മൂക്ക നമ്മളൊരു ഒരു ഇതിലല്ലേ കാണും, ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടല്ലോ. ഇദ്ദേഹം കൃഷ്ണന്റെ പോലെയാ. അല്ലേട്ടാ വിളിക്കാൻ മമ്മൂക്ക നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല ചിലപ്പോ, ഒരു പേടി കാരണം. ആ മമ്മൂക്ക ഒരു വലിയ എണ്ണ പോലെ തന്നെയല്ലേ എന്നൊക്കെ. നമുക്ക് ആ ഒരു ക്ലോസ് റേഞ്ച് കിട്ടില്ല പുള്ളിയുടെ അടുത്ത്. കിട്ടുന്നവരുണ്ടാവും, പക്ഷെ നമുക്കൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ ഉള്ളിലൊരു എന്നുള്ളത്. പക്ഷെ ലാലേട്ടനെ നമുക്ക് എല്ലാരും ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും പറയുന്നത് മമ്മൂക്ക അടുത്ത് റെസ്പെക്ട് കൊണ്ടുള്ള ഒരു അകൽച്ചയും, പക്ഷെ ലാലേട്ടന്റെ അടുത്ത് ഭയങ്കര. ഞാൻ നമ്മള് സ്നേഹതീരം ബീച്ചിൽ നടന്ന ഒരു പരിപാടിക്ക് മമ്മൂക്ക അങ്ങനെ നടന്നു വരുമ്പോ ബോഡി ഗാർഡ്സ് ഇല്ല, ആരുമില്ല. കാരണം പുള്ളി സ്റ്റേജിലേക്ക് വരണ ഏരിയ. അപ്പൊ ക്രൗഡ് ഇങ്ങനെ കട്ട കുത്തി നിൽക്കുക. പക്ഷെ പുള്ളി നടന്നു വരുമ്പോ ക്രൗഡ് ഇങ്ങനെ ഫുള്ള് പിന്നാക്കം പോകും. അതെന്താ വെച്ചാൽ പുള്ളിയുടെ ആ ഒരു ഓറ അങ്ങനെയാ. അത് ആന വരുന്ന പോലെയാ ആള് വരുന്നത്. പക്ഷെ ലാലേട്ടൻ വന്ന എല്ലാവരും നിന്ന് കെട്ടിപ്പിടിക്കാൻ നിൽക്കും. അത് കാരണം പുള്ളിക്ക് കാടില്ലാണ്ട് ഇറങ്ങാനും പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാറില്ല അല്ലേ? വീട്ടിലെത്തിയാണ്ടോ? പുറത്തു പോയാ ഒന്നുമില്ല. അതപ്പോ ഉള്ളിലോട്ട് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലും അങ്ങ് ക്ഷമിച്ചിട്ട് നമുക്ക് ട്രാവൽ കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിക്കുന്നതാണോ? അതൊന്നും ചിന്തിക്കാറില്ല. മാനിഫെസ്റ്റിംഗ് ആണത്. എനിക്കിപ്പോ വേദന ഇല്ല, ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അത് അതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഈ സാധനം വർക്ക് ചെയ്യണമല്ലോ, ലോഡ് ചെയ്യണമല്ലോ ആളെ. ആ ലോഡ് ചെയ്യണില്ല. പക്ഷെ ഇവിടെ തിരിച്ചെത്തി കഴിഞ്ഞാൽ നടുവേന, മുട്ടുവേന, കാലുവേന എല്ലാം വരും. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഒരുപാട് ഈ പറയുന്ന പോലെ ഒരു സന്തോഷം, സമാധാനം, നിർവൃതിയൊക്കെ കൊടുക്കുന്ന വീഡിയോസ് ആണ് നിങ്ങളുടെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരുപാട് കാലം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ. അമ്മ ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം കേട്ടോ. പറയൂ. ഫിൻലൻഡില് അടുത്തത് അമ്മേനെ ഫിൻലൻഡിൽ കൊണ്ടുപോയില്ല. ഞാനും വരും കേട്ടോ, ഞാനും ഉണ്ട്. ഇതിന്റെ കൂടെ ഒരുപാട് ഫാൻസ് കാണും, അമ്മയുടെ ഫാൻസ്. അമ്മയെ ഫിൻലൻഡിൽ കൊണ്ട് അടുത്ത ഹാഷ്ടാഗ് ക്യാമ്പയിൻ ശല്യമുള്ള യാത്ര മുടക്കല്ല. എനിക്ക് ഇവിടെ എനിക്ക് ഈ ലോക്കല് അതെന്താന്ന് വെച്ചാ ഞാൻ എപ്പോഴും നയലയുടെ അടുത്ത് 2-3 പ്രാവശ്യം പോകും. അപ്പോഴാണ് എന്റെ മോൾക്ക് ഇങ്ങനെ ഇറങ്ങുക. അമ്മയ്ക്ക് നയലല്ല വലുത്, എന്റെ അടുത്തേക്ക് വരണമെന്നില്ല. അതാണ് ഒരു വിഷമമുള്ളൂ. അല്ലാണ്ട് അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാ. നൈല ചേച്ചിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് ക്ലോസ് ഫ്രണ്ടാ. ഞങ്ങള് തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഞങ്ങൾ അമ്മയ്ക്കും നൈലയ്ക്കും ഒരു ചെറിയ സിമിലാരിറ്റി, ജോലൈനിലൊക്കെ ചായ ഉണ്ട്.
പലരും വന്ന് ഇങ്ങനെ നൈലയുടെ അമ്മയല്ലേ ചോദിക്കുമ്പോ ഞാൻ പറയും നൈലയുടെ അമ്മ ഉഷ, ഇത് എന്റെ അമ്മ ഗീത. അല്ല കേട്ടോ, എനിക്ക് എന്റെ മോൾ തന്നെയാണ് കേട്ടോ. ഭയങ്കര സൂപ്പർ അവള്. ചേട്ടൻ അവിടെ കുറച്ച് ഇല്ല വന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും നൈലയുടെ അമ്മയല്ല എന്റെ അമ്മയാ. എനിക്ക് ഇവരെക്കാട്ടിലൊക്കെ അധികം സംസാരിക്കാൻ പറ്റുന്നത് അവളോടാ. എന്ത് പറയാനും എനിക്ക് ഷെയർ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവളെ. എനിക്ക് പരിചയപ്പെട്ടപ്പോഴൊന്നല്ല, ദിവസം ഞങ്ങൾ 14 ദിവസം അവളുടെ കൂടെ ജീവിച്ചു. ഞങ്ങള് ദുബായിക്ക് എക്സ്പോ കാണാൻ വേണ്ടി 17 ഞങ്ങൾ പോയപ്പോ നൈലയുടെ അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മേ ബി 2022 എക്സ്പോ കാണാൻ വേണ്ടി പോയി. 10 ദിവസത്തെ ട്രിപ്പായിട്ട് പോയതാ. അപ്പൊ ചെല്ലുന്നു, 10 days കഴിയുമ്പോൾ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ 15th എക്സ്പോയിൽ ഒരു ഷോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ മാഷ്മെല്ലോ ഷോ, ഇളയരാജ ഷോ, AR റഹ്മാൻ ഷോ എന്നൊക്കെ പറഞ്ഞൊരു 10-25 ദിവസം ഡിലേ ആയി. അത് കഴിഞ്ഞപ്പോഴേക്കും മാർച്ച് ആവാറായി. അപ്പൊ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ഉണ്ട്, നൈലയുടെ ബർത്ത്ഡേ 25th, നീ എന്റെ ബർത്ത്ഡേ കൂടാണ്ട് പോവാണല്ലേ. ദൈവമേ, അപ്പൊ അതും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 45 days ദുബായിൽ നിന്നു. അതാണ് ഞാൻ എന്റെ ലൈഫിലെ ലോങ്ങസ്റ്റ് തൃശ്ശൂർ വിട്ട് നിന്നിട്ടുള്ളത്. ഭയങ്കര സൂപ്പർ ഡേയ്സ് ആയിരുന്നു. ഒരു ദിവസം പോലും എന്നെ അടുക്കള കയറ്റിയിട്ടില്ല. എന്നും അവള് ജോലി കഴിഞ്ഞ് വരാൻ ഞങ്ങൾ എന്നും കറങ്ങാൻ പോകും. ഭയങ്കര സൂപ്പർ. അതോടുകൂടി എനിക്ക് മോളെല്ലാം മോളെക്കാട്ടിലും അപ്പുറാണ്. ദുബായിക്ക് ഷിഫ്റ്റ് ഇല്ലാതെ ആലോചിക്കണ്ടമ്മ. ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാനും നമുക്ക് പറഞ്ഞു തരാനും ഭയങ്കര നല്ലൊരു കുട്ടിയാണ്. തൃശ്ശൂർ വടക്കുന്നതിനെ വിട്ട് ഞങ്ങള് പോയില്ല കേട്ടോ. എന്റെ തൃശ്ശൂർ റൗണ്ട് പോലെ ലോകത്ത് എവിടെ ഇത്ര സുന്ദരമായ സ്ഥലമല്ലേ? എവിടെയില്ല. തൃശ്ശൂർ റൗണ്ടിന്റെ ബ്യൂട്ടി ഉള്ള വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത്ര അധികം പോയിട്ടുള്ളതാ. അമ്പലം നടുവിൽ നിൽക്കുക, ചുറ്റും ആ പ്രദക്ഷിണ വഴി, ആ വടക്കുന്നാഥൻ ആ റൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫ്രെയിമേ നിങ്ങൾ നോക്കിയ പൂരത്തിനെ ശ്രദ്ധിച്ചറിയാം. പാറമേക്കാവിന്റെ കയ്യിൽ വളരെ ബ്യൂട്ടിഫുൾ കുടകളുണ്ട്. പക്ഷെ പാറമേക്കാവ് നിൽക്കുന്നത് റൗണ്ടിലാണ്. തിരുവമ്പാടി അവിടെ ഒരു സാധാരണ കുട വെച്ചാൽ പോലും ആ തെക്കേ ഗോപുരം ബാക്കിലാ വരുന്നത്. ഒരു നോർമൽ കുട വെച്ചാൽ പോലും ആ ഫ്രെയിം ബ്യൂട്ടിഫുൾ ആവും. അതാ ആ നിൽക്കണ സ്ഥലത്തിന്റെ ഭംഗിയാണ്. തിരുവമ്പാടിക്കാരാണ് തെക്കേ ഗോപുരത്തിൽ നിൽക്കുക, പാറമേക്കാവുകാർ ഓപ്പോസിറ്റിൽ കുടമാറ്റത്തിന് ഓപ്പോസിറ്റ് റോഡിലാണ് നിൽക്കുക. അപ്പോൾ പാറമേക്കാവുകാർ ഇവിടെ സ്വർണം കൊണ്ട് കുട ഉണ്ടാക്കിയാലും ആ ഫ്രെയിമിന്റെ ബ്യൂട്ടി കിട്ടില്ല. തൃശ്ശൂർ പൂരം പറഞ്ഞപ്പോഴാ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് ആനയെ പ്രതിഷ്ഠിക്കാൻ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിപ്പോ സ്റ്റേയും കിട്ടി. എന്താ ചേട്ടന്റെ പേഴ്സണലി അതേതോ അതിന്റെ രസം അറിഞ്ഞവർക്ക് അതറിയുള്ളൂ. ഞങ്ങൾക്ക് അതിന്റെ അടുത്ത് അവിടെ ഇരുന്ന ഓരോരുത്തരും ഓരോ അസംബന്ധം പറയാന്നല്ലാതെ എന്താ പറയാ. 3 മീറ്റർ ഡിസ്റ്റൻസിൽ ഇപ്പൊ ഈ ആന എന്ന് പറയുന്നത് 3 മീറ്ററിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടാൻ പറ്റാത്ത സാധനമാണോ? ആനയ്ക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്റർ ആവില്ലേ? 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിർത്തിയാൽ തൃശ്ശൂർ റൗണ്ട് മൊത്തം നിർത്തേണ്ടി വരും ആന. അപ്പൊ എങ്ങനെ പൂരം കാണുക? പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നള്ളിക്കാൻ പാടില്ല. ഓരോ 3 മണിക്കൂറിലും മാറ്റണം. 3 മണിക്കൂറിൽ മാറ്റണമെങ്കിൽ 100-300 ആന വേണം. ഇത് മുഴുവൻ എവിടെ കൊണ്ട് നിർത്തും? ആകെ കേരളത്തിൽ ഇപ്പൊ എനിക്ക് വേണം ഒരു 330-350 ആനകളുടെ അണ്ടറിലുള്ളൂ എഴുന്നള്ളിക്കാൻ പറ്റണത്. അപ്പൊ ഫൂളിഷ്നെസ്സാ. ഇവര് വെറുതെ ചുമ്മാ ഈ പരിപാടി അങ്ങടെ എങ്ങനെയെങ്കിലും നിർത്തിക്കുക. അതാണ് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു കോക്കസിന്റെ ഒരു ആഗ്രഹം. അതിന് നിങ്ങൾ തമിഴ്നാട്ടുകാർ ജല്ലിക്കെട്ടിന് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ കേരളത്തിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യണം. പക്ഷെ മലയാളികളായായിരുന്നേ അങ്ങനെ പ്രശ്നം കൂടി ഉണ്ടായില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ നടത്തും, അതിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ നടത്തും. ഇപ്പോൾ ആനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാട്ടിൽ നിന്ന് പിടിക്കലില്ല, അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ബേസിക്കലി ഇവർ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ മലയാളികൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ ബാക്കിയുള്ള പുറത്തത്തെ വലിയ വലിയ സൂകലിക്കും അവിടേക്കും ഇവിടേക്കൊക്കെ ആന അവിടുന്ന് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ഫോക്കസ് ചെയ്തിട്ടേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ പരിപാടി നിർത്തണം. അതാണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു അജണ്ട. ശരിയാ, ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്രൂവാലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അതിനൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 10 years നോക്കുകയാണെങ്കിൽ നിലത്ത് നിൽക്കുമ്പോൾ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നു, നനച്ചു കൊടുക്കുന്നു, കണ്ടെയ്നർ ഓഫ് കുക്കുംബർ വാട്ടർ മെലൺ സാധനങ്ങളൊക്കെ കൊടുക്കുന്നു, മുകളിൽ ഗ്രീൻ റൂഫ് അടിച്ചിട്ടുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ അവർ പറയുമ്പോൾ ഈ കുതിര റേസ് എന്താ സെയിം അല്ലേ? അതിനെന്തൊക്കെ സ്റ്റിറോയിഡ്സ് അടിച്ചിട്ട് അവരുടെ സ്പീഡ് കൂട്ടുന്നത്, അവരുടെ കാലിൻ്റെ അടിയിൽ അടിച്ച് കുറ്റി കയറ്റുന്നതിനൊന്നും പ്രശ്നമല്ലേ? നമ്മൾ ഇവിടെ ഒരു ആനപ്പുറത്ത് ഒരു കോലും
ഒരു 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ കൊലക്കുറ്റായി. അത് ശരിയല്ലല്ലോ. കാസിരംഗയിൽ ഞാൻ പോയിട്ടുള്ളതാ. കാസിരംഗയിൽ രാവിലെ 5:30 എലിഫന്റ് സഫാരി തുടങ്ങും, വൈകിട്ട് 6:30 വരെ. ഞാൻ പോയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി. വീണ്ടും ഓണത്തിന്റെ ഇടയിൽ പുൽക്കച്ചോട്. കാസിരംഗ റൈനോ സഫാരിക്ക് ഞാൻ പോയിട്ടുണ്ട്. 5:30 ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങളുടെ ആയിരുന്നു. ഞാൻ 5:30 ആനപ്പുറത്ത് കയറുമ്പോൾ ഒരു 11:30 വരെയുള്ള ആൾക്കാർ അവിടെ വരിയിൽ നിൽക്കുന്നുണ്ട്. ആനയുടെ ചെവിയുടെ ബാക്കിൽ പൊട്ടിച്ചൊക്കെയാ. ഐ ഹാവ് ദ ഫുട്ടേജ്, ഇപ്പോഴും എൻ്റെ ഫുട്ടേജ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ തോട്ടി കൊണ്ട് ആ ഇതിൽ കുത്തും. അപ്പൊ അതൊന്നും ക്രൂരതയല്ലേ? അതൊന്നും ഇവിടുത്തെ ഗവൺമെന്റും ആൾക്കാരും അതും കോമഡി എന്താ, ഗവൺമെന്റ് പരിപാടി, അത് ഗവൺമെന്റ് സഫാരിയാണ്, പ്രൈവറ്റ് നടത്തുന്നതല്ല അത്. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോ എനിക്ക് നാളെ എന്തെങ്കിലും ബൊക്കെ തരുമായിരിക്കും അവര്, ബട്ട് സ്റ്റിൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് നടത്തണു, ഇത് മാത്രം പ്രശ്നം എങ്ങനെയാവുന്നേ? അത് ഫെയർ അല്ല. എനിക്ക് ചില വിഷ്വൽസ് കണ്ടിട്ട് എനിക്കും പൊതുവെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ഉണ്ട്. കാരണം എന്താ പറയാ, അത് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്താലൊക്കെയാണ് അവർക്കും അത് വയബിൾ ആവുക. കാരണം ഇതിന് 10,000 വേണം ഒരു ദിവസം. ഏത് കുഞ്ഞാനേലും കഴിക്കാൻ കൊടുക്കണ്ടേ, പാപ്പന്മാര് വേണ്ട, നോക്കണ്ടേ, വളർത്തണ്ടേ. അപ്പൊ അതിന്റെ സ്ട്രെസ്സും അവരുടെ പ്രശ്നങ്ങളെ പണ്ട് ഈ ആന ഉണ്ടായിരുന്നവർക്ക് വണ്ടം മുതലാളിമാർക്കാ, വലിയ ജയൻസിനാ. മറ്റേ മനിശ്ശേരി അവരുടെയിലാണ് 10-12 ആന ഉണ്ടായത്. അവരുടെ വീടിന്റെ മുറ്റത്ത് ഫുള്ള് കുറ്റിയ. ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണ്, സംവേർ റിലേറ്റീവ്സ് ആണ്. എവിടെയാ ബന്ധം ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഗോവിന്ദേട്ടൻ, പുള്ളിയുടെ അച്ഛൻ ഹരി, അവരൊക്കെ അവരുടെ അമ്മൂമ്മ പറഞ്ഞിട്ടുള്ള ആനയെ കൊടുക്കുകയും ചോദിച്ചാൽ ഏതോ ഒരു പാർട്ടി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ താഴെയുള്ള മോനെ വേണമെങ്കിൽ കൊണ്ടുപോകും, ആന നീ അവിടെ നിർത്തിക്കോന്ന്. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസാ നമ്മുടെ മംഗലാംകുന്ന് ഫാമിലി. അവരൊക്കെ വലിയ ആൾക്കാരാണ്, അവർക്ക് അന്ന് അങ്ങനെ നോക്കാൻ പറ്റും. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ പുതിയ ജനറേഷൻ ആൾക്കാർ ആന എവിടെന്നെങ്കിലും പാട്ടത്തിനെടുത്ത് അതിനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് രാവിലെ അവിടെ പരിപാടി, വൈകിട്ട് അവിടെ പരിപാടി, പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് പരിപാടി. അപ്പൊ അവരതിനെ കച്ചവടകരിച്ച് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാൻ ആളല്ല, എനിക്ക് അതിനെ വലിയ നോളജ് ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെട്ടേ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. അതിന് നമ്മൾ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നാളെ ഇല്ലാതെ പോകും. 260 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്നതും ആറാട്ടുപുഴ പോലെയുള്ള 1640 ചില്ലറ കൊല്ലമായിട്ട് നടക്കുന്ന പൂരങ്ങളൊക്കെ ഇല്ലാണ്ടേ പോവും. നമ്മുടെ നെക്സ്റ്റ് വരുന്ന ജനറേഷൻ ഈ പരിപാടി എന്താന്ന് പോലും അറിയില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി സേവ് തൃശ്ശൂർ പൂരം, അതിൽ യാതൊരു സംശയമില്ല. അതിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാതുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നോക്കുക. അല്ലാതെ 3 മീറ്ററിൽ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് എന്ത് വ്യത്യാസം വരാൻ പോണേ? ഒരു വ്യത്യാസം വരാൻ പോണില്ല. ആനയല്ലേ, ആൾക്ക് ഒരു തുമ്പി കൊണ്ടൊരു വീശി കഴിഞ്ഞാൽ എന്ത് 3 മീറ്റർ? അപ്പം അതൊക്കെ ഓരോ ആരോ ഇരിക്കുന്ന അധികാരികൾക്ക് കൊടുക്കുന്ന വേദോപദേശങ്ങളിൽ ആ അധികാരികൾ എടുക്കുന്ന സ്പോട്ട് നിയമങ്ങളാ. അതൊന്നും ഇവിടെ വന്നിട്ട് അവര് കണ്ട് ഓക്കെ ഇത്ര ഉണ്ടല്ലേ, ഇത് പ്രശ്നമാണ്, അങ്ങനെയല്ല. ആരോ അവിടെ ഇരിക്കുന്നവർക്ക് ആരോ എന്തോ മണ്ടത്തരം പറഞ്ഞെടുത്തു, അതുമ്മ അവര് കയറി പിടിച്ചു. അല്ലാണ്ട് അതിനൊരു വന്ന് അല്ലെങ്കിൽ അതിനൊരു ഒരു ചട്ടം ഉണ്ടാക്കി ഇവിടെ വന്ന് അവര് നോക്കി ഇത് ശരിയാണ്, ഇത് റിസ്ക് ആണ്, അങ്ങനെയല്ല. വെറുതെ ഇതെങ്ങനെയും നിർത്തണം. അതാണ് അവരുടെ മെയിൻ പരിപാടി. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആണല്ലോ ഇത്. തൃശ്ശൂർക്കാരുടെ ഫെസ്റ്റിവൽ അല്ല ശരിക്കും. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ അല്ല. അന്ന് തൃശ്ശൂരിലുള്ള ആൾക്കാരെല്ലാവരും വീട്ടിലായിരിക്കും, കാരണം നമുക്ക് എല്ലാവരും ഗസ്റ്റ് വരല്ലേ. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം മുതൽ ചെന്നൈ, ബാംഗ്ലൂർ എല്ലാവരും ഇവിടെ വരില്ലേ. ശരിക്കും നിങ്ങൾക്കൊരു ഉത്സവം ശരിക്കും വീടുകളിലാണെങ്കിലും എല്ലാ രീതിക്കും ഭയങ്കരമായിട്ട്. പിന്നെ ഞങ്ങൾ കൊടി കയറി കഴിഞ്ഞാൽ ദേശം വിടാൻ പാടില്ല. തൃശ്ശൂര് പൂരത്തിന് കൊടി കയറിയ ദേശം വിടാൻ പാടില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവല്ലേ, അപ്പൊ നമ്മൾ പുറത്തു പോകാൻ പാടും. അപ്പൊ നമ്മൾ വെൽക്കമിങ് ആ, എല്ലാവരും ഇങ്ങോട്ട് വരില്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ദാഹിക്കും കുടിക്കാൻ കൊടുക്കണം. എല്ലാ സെന്റേഴ്സിലും മെഡിക്കൽ പോസ്റ്റ് ഉണ്ടാവും, വെള്ളം പോസ്റ്റ് ഉണ്ടാവും, എല്ലാ അമ്പലത്തിലും ഭക്ഷണം ഉണ്ടാവും. ഫോർ എവ്രിബഡി ഫ്രീ. ഇതൊരു വലിയ പരിപാടിയാ, ഒരു പരിപാടിയാ. അതിനെ ഇങ്ങനെ വേണ്ടാന്ന് വെക്കാനും ഇത് നിർത്തിക്കാനും നടക്കണ അവരെയാണ് ആദ്യം നോക്കണ്ട. അവർക്ക് എന്താ വേണ്ടേ? കാരണം അത് വലിയ ആൾക്കാരാണ് അതിന്റെ പുറകിലുള്ളത്. അപ്പൊ അവർക്ക് ഈ ചെറിയ പരിപാടിയൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. പണ്ടുള്ള ആൾക്കാരായിരിക്കും.
നമ്മളൊരു സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ പാർമേക്കാവുന്ന പോകുമ്പോൾ 1 കോടി രൂപയാണ് അഡ്വക്കേറ്റ് ചോദിക്കുന്നത്. 1 കോടി രൂപ. അത് ഈ പാവപ്പെട്ട അമ്പലക്കാർക്ക് എവിടുന്ന് കൊടുക്കാൻ പറ്റും? നമ്മൾ ദേശക്കാരെ പിരിച്ചു കൊടുക്കണ്ടേ? 1 കോടി പിരിക്കണ്ടേ? എന്നാ പൊരുത്തന്റെ ഡേറ്റ് എന്ന് ചോദിച്ചു. മെയ് 6. ഇതാണ് നമ്മള് മെയ് 6-ാം തീയതിക്കുള്ള പണികൾ തുടങ്ങി കഴിഞ്ഞു. സാങ്ഷൻ ആയിട്ടില്ല ഇപ്പോഴും, പക്ഷെ ഞങ്ങള് പണി തുടങ്ങി കഴിഞ്ഞു. മറ്റേ കൊടിയേറ്റം നടത്തിയ ഉത്സവം നടത്താൻ ഞങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങളെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് ടൈം നമ്മൾ സംസാരിച്ചു. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റിയത് എനിക്ക് സന്തോഷം. അമ്മേനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയതിലും സന്തോഷം. ചേട്ടനെ ചേട്ടനെ രണ്ടാമതേ ഉള്ളു, എന്നാലും എല്ലാവർക്കും അങ്ങനെ മനസ്സിലായില്ലേ? അവൻ കാരണല്ല ഇങ്ങനെ ആവാൻ പറ്റും എനിക്ക്. അതെ അതെ അതൊരു ഭയങ്കര ക്രെഡിറ്റ് അല്ലേ? അതെ അതെ അതെ. അത് ചേട്ടൻ അമ്മേനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയും ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ നടക്കുന്നത്, അത് ഭയങ്കര നല്ലൊരു അതെനിക്കൊരു ഭാഗ്യല്ലേ. ഞാൻ പിടിച്ച കൈകൾ എനിക്ക് തിരിച്ചു പിടിച്ച് നടക്കേണ്ടി വരിക എന്നുള്ളതും. ശരിക്കും അത് കേട്ടിട്ടുണ്ട്. കാണുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ്. ശരിക്കും കുഞ്ഞുനാളിൽ അമ്മ നമ്മളെ നോക്കും, വലുതാകുമ്പോ നമ്മളെപ്പോ കൈ തെറ്റിച്ചാലും അവര് നമ്മുടെ കൈ പിടിക്കും. ഇപ്പൊ ഞാൻ നോർത്തിലൊക്കെ പോയി എന്റെ കൈ വിടാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും അവന്റെ കൈ വേണം. അപ്പൊ എന്തായാലും യാത്രകൾ തുടരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.